അപേക്ഷ ശരിക്കും അവർക്ക് അങ്ങനെ തന്നെ കിട്ടും, എനിക്കറിയില്ല. ആയിട്ട് മാത്രം വന്നതായിരിക്കില്ലേ അല്ലേ? മേൽക്കോടതിയിൽ ഈ കേസ് വരുന്ന സമയത്ത് ഇനി മാറാൻ ചാൻസുണ്ടോ? ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, ഞാൻ എന്ത് പറയാനാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നത്, എന്തായാലും അതൊരു പ്രവൃത്തി ചെയ്യാൻ വരുന്നൊരു മൈൻഡ് എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാര്യം. ഇതിന് മുന്നേ ഇതേപോലെ ഒരുപാട് പ്രണയ നൈരാശ്യങ്ങൾ കേസൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരുപാട് ഇതുപോലത്തുള്ള, അതായത് നമ്പർ ഓഫ് മർഡേഴ്സ് ചെയ്തവർ ഒരു ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ. അതായത് ഇങ്ങനെയുള്ളത് നമ്മുടെ ജസ്റ്റിസ് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ട് മാത്രം വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാര്യം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളല്ലേ. Wow. അവീതത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവീതം എല്ലാ കാലത്തും പ്രാധാന്യം. ഇപ്പം പുതിയ ജനറേഷൻ അവീതം പറഞ്ഞു, കാരണം ചോദിച്ചാൽ കിട്ടും. വെറുതെ മതിലാളുടെ കാര്യമില്ല. മതിലിയാളലും ഒളിഞ്ഞു നോക്കലൊക്കെ ഞങ്ങളുടെ ജനറേഷൻ്റെ കാലത്താണ്. പുതിയ ജനറേഷൻ കുട്ടികളാവുന്നില്ല. വളരെ വളരെ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ഫോമിലാണ്. മാത്രമല്ല എന്ത് സംസാരിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം ഇരുകൂട്ടരും സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ജെൻഡർ റെസ്പെക്റ്റ് ഉണ്ട്. പിന്നെ പരമായി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നല്ലോ. ഞങ്ങളുടെ കാലത്താവുന്നില്ല. ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ എന്ത് ഭാഗ്യവന്മാരെ. സാറിന് ഇത്ര ധൈര്യം, ഇത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്നത്, നിയമത്തെക്കുറിച്ചായാലും ഈ കാര്യത്തെക്കുറിച്ചായാലും ഭയങ്കര ധൈര്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിനെ പേടിയില്ല. ആരെ പേടിക്കാനും? ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരാളുടെ മുമ്പിലും പോയി കൈനീട്ടാറില്ല. ഒരാളുടെ മുമ്പിൽ അവസരം ചോദിക്കാറുള്ളൂ. എനിക്ക് പല തൊഴിലും അറിയാം. ഏതെങ്കിലും തൊഴിലെടുത്ത് ഞാൻ കഴിച്ചോളൂ. പിന്നെ ആകെ ഒരു ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ നമ്മളിത് തലയുറങ്ങിട്ടും പേടിച്ചിട്ടും നമുക്ക് പറയാനുള്ളത് അടക്കി വെച്ചിട്ട് അത് വലിയ അസുഖമാണ്. മാത്രമല്ല നമ്മളെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യയിൽ. നമ്മൾ രാഷ്ട്രീയം പറയാം, രാഷ്ട്രീയക്കാരെ വിമർശിക്കാം. പിന്നെ ആരെയും സുഖിപ്പിക്കലുണ്ട് അതിനല്ല. എനിക്ക് അറിയില്ല. വലിയ വിനയാഗീത കുഞ്ഞിനെ അതും എനിക്കറിയില്ല. അമിത വിനയം എന്തിനാന്ന് മനസ്സിലാവില്ല. പലപ്പോഴും ഈ ചിരിയൊരു ആൾക്കാർ വിനയൊക്കെ കാണും. അവനവന് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ, സ്വന്തം അവനവനോടൊരു ബഹുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരും പഠിക്കുന്ന കാര്യം.